വാഹനങ്ങളുടെ ബഹളമാണിപ്പോൾ ഈ റോഡിൽ കേട്ടോ. ഇത് മണ്ണാർക്കാട് നിന്ന് തത്തേങ്ങൽ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. എന്തായാലും ബുള്ളറ്റിൻ്റെ സൗണ്ടും അതേപോലെ വൈബ്രേഷനും എൻജിനിൽ നിന്നുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോർമലാണ് കേട്ടോ. അപ്പം അത് കൃത്യമായിട്ട് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതാ നോക്കിക്കോളൂ, എൻജിൻ നോയ്സ് കേട്ടോ. നേരത്തെ നിങ്ങൾ കേട്ടത് സൈലൻസറിൻ്റെ സൗണ്ട്, ഇതിപ്പോൾ എൻജിൻ നോയ്സ്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും ചാനലുണ്ട്, കണ്ടു നോക്കാം. അപ്പം ഇത്തരത്തിൽ എൻജിനിൽ നിന്നൊരു ചെറിയ കിലുക്കം പോലെയുള്ള സൗണ്ടൊക്കെ വരുന്നുണ്ട്. ആളുകൾ പലരും കമൻറ്റുകളിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് നോർമൽ സൗണ്ടാണോ എന്നുള്ളത്. കൃത്യമായിട്ടും അത് നോർമൽ സൗണ്ടാണ്. എൻജിനൊന്ന് സെറ്റൊക്കെ ആവുമ്പോൾ, കുറച്ച് കിലോമീറ്ററൊക്കെ ഓടുമ്പോൾ ഒരു പക്ഷേ ഇത് കൂടാനുള്ള ഒരു സാധ്യതയും കൂടി നമ്മൾ കാണേണ്ടി വരും. തീർച്ചയായിട്ടും നേരത്തേക്കുള്ള ബുള്ളറ്റിൻ്റെ അല്ലെങ്കിൽ ഇതേപോലുള്ള റോയൽ എൻഫീൽഡ് വെഹിക്കിളുകളിൽ ഇത് സർവ്വസാധാരണമാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ വൈബ്രേഷൻ്റെ കാര്യമാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടുകയാണെങ്കിൽ ഇതേപോലെ ഈ ഫ്രണ്ടിൽ ഹാൻഡിൽ ബാറിൽ ഇതേപോലെ ആ ഒരു ചെറിയ വൈബ്രേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് നേരിട്ട് ഇതേപോലെ സൈഡ് മിററുകൾ ഇതേപോലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഇടത് ഭാഗത്ത് നമ്മുടെ ക്ലച്ച് ലിവർ ഉണ്ടല്ലോ, അതും കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് സൗണ്ടും അതിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ വണ്ടി ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ. അങ്ങനെ റണ്ണിങ്ങിൽ ഇതേപോലുള്ള വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് തീർത്ത് പറയാനാവുക. അപ്പോൾ രണ്ട് ഗ്ലാസുകളും ചെറുതായി വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ടൈഗർ ലാമ്പുകൾ, ആ നീല നിറം ഒക്കെ അടിപൊളിയായിട്ടില്ലേ. അതേപോലെ സംഗാർഡ് നോക്കിയാൽ ഇപ്പോൾ തന്നെ ചെളി പിടിച്ച് തുടങ്ങി. എന്തായാലും അത് സ്വാഭാവികമാണ്. എൻജിനിലേക്ക് നേരിട്ട് ഇതേപോലെ ചെളിയൊന്നും അടിച്ചു കയറില്ല, കല്ലടിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് സംഗാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും കേട്ടോ. അപ്പോൾ അത് അത്ര അത്യാവശ്യമൊന്നുമല്ല, വേണമെങ്കിൽ മാത്രം നമുക്ക് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഈ മഡ്ഗാർഡൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഒരു കല്ല് ഹിറ്റ് ചെയ്യുന്ന സംഭവമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്കാണ് സംഗാർഡ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ക്വാളിറ്റി ഉള്ളത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പാവാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ തരത്തിലൊരു വൈഡായിട്ടുള്ള ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ആ ക്രാഷ് ഗാർഡും, ഇപ്പോൾ പലരും പറയുന്നുണ്ട്, പലരും അല്ല വളരെ കുറഞ്ഞ പേര് പറയുന്നത് കേട്ടു ഇതേപോലെ ആ ക്രാഷ് ഗാർഡ് ഭയങ്കര ബോറാണ് കേട്ടോ. ഇത് ഓരോ ഡിപ്പെൻസാണ് കേട്ടോ, വ്യക്തിഗതമാണ് കാര്യങ്ങൾ. ഇതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നത് മറ്റുള്ളവർ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാകുന്നത്. ഇത് നോക്കൂ, ഈ ലുക്ക് നോക്കൂ, ഇത് പൊളിയല്ലേ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഒരുപാട് സംഗതികളൊന്നും ചെയ്യാൻ ഞാനും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ ഒരു വനാതിർത്തിയാണ്, PWD റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയ ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി വന്നതാണ്. ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല, നല്ല ബഹളമാണ്, വണ്ടികളുടെ ജഗ പുകയാണ്. കാടാണ്, പുലികൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ആടുകളെയും മറ്റുമൊക്കെ കൊണ്ടുപോകുന്ന സംഭവമാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഈ ഒരു റിവ്യൂവിനായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും സ്ഥിരമായി റോഡിൽ കൂടെ വണ്ടികൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെയൊക്കെ ഒരു വണ്ടി പോലും വരാത്ത ഒരു സ്ഥിതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അറിയില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഓരോ സ്പെക്കുകളും ഓരോ സ്പെസിഫിക്കേഷനും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.